കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീൻസും ക്യാരറ്റും വെച്ച് നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും തരിക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് തേങ്ങ നന്നായി വറുത്ത് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ആഡ് ചെയ്യാം. കൊച്ചുള്ളി ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യുക. പച്ചമുളക് ഇട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഞാനിവിടെ മലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് പഴുത്ത പച്ചമുളക് കിട്ടുന്നത് ഉണക്കി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ചില്ലിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും ആഡ് ചെയ്ത് ഈ പൊടികളെല്ലാം നന്നായി മൂത്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2ആയി കീറി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റുക. ഈ കൂട്ടെല്ലാം ബീൻസിലും ക്യാരറ്റിലും എത്തുന്ന രീതിയിൽ നന്നായി വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. നന്നായി വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ ചെറുതായി വാടിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കണം. ഞാൻ ബീൻസിൻ്റെ മെഴുക്ക് വരട്ടി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും തേങ്ങ ആഡ് ചെയ്താണ് ഞാൻ ഇട്ടിരുന്നത്. അത് സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇത് അതിൻ്റെന്നും വേറൊരു വെറൈറ്റി മെഴുക്ക് വരട്ടിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും അടച്ചു വെച്ചു. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ബീൻസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൽ നിന്ന് ആവി ഇറങ്ങി ബീൻസും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട്. ഇവിടെ ബീൻസ് ക്യാരറ്റ് മെഴുക്ക് വരട്ടി തയ്യാറാണ്. ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.